ബയ്യനോട് പറഞ്ഞു. ബയ്യ ഹായ്. ഹലോ. ഞാൻ അവിടെ പോയി തുറക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടും. അതിപ്പോ കാണിച്ചേക്കാരെ. രാത്രി ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്. അതുകൊണ്ട് കുട്ടിയൊക്കെ ഇട്ടിട്ട് പോകണം. എല്ലാം കയറി ഈ അടിപൊളി വ്യൂ. എൻ്റെ മോനെ. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വ്ളോഗാട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ നേരെ മൂന്നാറിലോട്ടാണ് പോയത്. രാവിലെ ഒരു 6:30 കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴി എവിടെയോ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ ഒരു സ്പോട്ടിലാട്ടോ നിർത്തിയത്. രാവിലെ നല്ല ഉറക്കപ്പിച്ചായിരുന്നു, അതാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എന്തായാലും നമ്മൾ അവിടെ ചെന്ന് നല്ലൊരു അപ്പവും മുട്ടക്കറിയും ഒരു കട്ടനൊക്കെ കുടിച്ചപ്പോൾ ഒരു ആശ്വാസമായി. ഇത്തവണ ട്രിപ്പ് പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായില്ല കേട്ടോ. അവന്മാരൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഞായറും തിങ്കളുമായിട്ടാണ് പോയത്. അതുകൊണ്ട് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ദിവസത്തെ ലീവേ കിട്ടിയുള്ളൂ. അതുകൊണ്ടായിരുന്നു നമ്മൾ മൂന്നാർ പിടിച്ചത്. പിന്നെ അവന്മാർക്കും ലീവൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോകുന്ന റൂട്ട് ഞങ്ങൾക്ക് ഗൂഗിൾ അമ്മച്ചി പണി തന്നിട്ട് ഞങ്ങൾ ഏതോ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് പിടിച്ചത്. നേര്യമംഗലം ഫോറസ്റ്റ് ആണ് തോന്നുന്നു. ഷോർട്ടസ്റ്റ് റൂട്ട് എന്നും പറഞ്ഞ് ഈ ഒരു കാട്ടിക്കൂടെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നല്ല വ്യൂസ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാമിൻ്റെ അവിടെ നിർത്തിയത്. പക്ഷെ ഫുള്ളും ചെളിവെള്ളമായിരുന്നു, കാണാൻ വലിയ സുഖമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെപ്പോലെ ഈ ഒരു വഴി കൂടെ വന്ന 2-3 ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ മൂന്നാർ എത്തിക്കഴിഞ്ഞ് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്റ്റോറി ഇട്ടപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്, സെറ്റാണോ എന്നൊക്കെ. നമ്മൾ പോയ ടൈമിന് വലിയ മഞ്ഞോ കോടയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഈ ഉച്ച സമയത്തായിരുന്നു അവിടെ നിന്നിരുന്നേ. ആ ഒരു വെയിലൊക്കെ ഉണ്ടെങ്കിലും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. വലിയ മഞ്ഞും കോടയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റീൽസൊക്കെ കാണുന്ന പോലെ ചിലവർക്ക് വർക്കാവും ചിലവർക്ക് വർക്കാവില്ല എന്നൊരു സംഭവമായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ അങ്ങനെ വലിയ മഞ്ഞൊന്നും ഉണ്ടായില്ല. പക്ഷെ രാത്രി നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴി ഈ ഒരു ഹോട്ട് എയർ ബലൂൺ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആക്രാന്തമായി അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടും ഞാനും കൂടി പോയി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അവിടെ കുറച്ച് ക്യൂ ഒക്കെ നിൽക്കണം. ഒത്തിരി ആൾക്കാരല്ലേ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാവേ. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. കയറാനുള്ള ആക്രാന്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ ഈ ഒരു പയ്യൻ ഉണ്ടാവും കേട്ടോ, ഒരാൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ പുള്ളി നല്ല ചില്ലായിരുന്നു, നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോയായിരുന്നു കേട്ടോ. 2 മണിയൊക്കെ ആയപ്പോഴായിരുന്നു നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ റിസോർട്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു. ഫാമിലിക്കും കപ്പിൾസിനൊക്കെ പറ്റിയ അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം. ഒരു A-frame റൂമായിരുന്നു കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായേ. അപ്പോൾ ഇതിൻ്റെ ബാൽക്കണി വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും ഇറങ്ങിയില്ല. രാത്രിയായപ്പോൾ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ടാണ് അതിനകത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാൽക്കണി വ്യൂ. പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതാ ക്യാമറയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സ്റ്റുഡിയോ ടോപ്പാണോ എന്ന്. അതേ ഗൈസ്, ഇത് സ്റ്റുഡിയോന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ടൈം ആയപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു, ഒരു സൺസെറ്റൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മെല്ലെ ഇങ്ങനെ തണുപ്പ് വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മണി 6 മണി ടൈമിലൊക്കെ ആയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ പ്രോപ്പർട്ടി തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നേ. കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ രാത്രി ആയപ്പോൾ നമ്മളൊന്ന് വെറുതെ പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ചായയൊക്കെ കുടിച്ച് വരാമെന്ന് വിചാരിച്ചാൽ പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഹുഡി എടുത്തിട്ടായിരുന്നു കേട്ടോ. രാത്രി നല്ല തണുപ്പുണ്ട് ഗൈസ്, വിചാരിക്കണ പോലെയല്ല. രാവിലെ അത്രയും കൂട്ടും എല്ലാം ഇട്ടിട്ട് വന്നതാ ആ ചൂടത്ത്. ഇപ്പൊ നല്ല തണുപ്പുണ്ട്. അതെ ഗൈസ്, വിചാരിച്ച പോലെ അല്ലായിരുന്നു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു ചൂട് ബൂസ്റ്റും പിന്നെ കേക്കാണെന്ന് തോന്നുന്നു അതൊക്കെ കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെ അവരുടെ ഫുഡൊക്കെ എടുത്ത് പറയേണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സർവീസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സും പിന്നെ ഫാമിലിയും കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. നല്ല പീസ്ഫുള്ളാണ്, ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഈ പുറത്തൊക്കെ പോയിട്ട് റിസോർട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ല ബ്രെഡും മുട്ടയൊക്കെ കിട്ടും. ഇത്രയും ഉണ്ടായിരുന്നു. താങ്ക് യു. കോഫി
അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കിവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ബ്രെഡും ജാമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ബ്രെഡ് ജാമും ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ല, പക്ഷെ ഇതേപോലത്തെ സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം തിരിച്ച് വന്ന വഴി നമ്മൾ ഗ്യാപ്പ് റോഡ് വഴിയായിരുന്നു കേട്ടോ വന്നത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും സെക്കൻഡ് ഡേ ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മലയൊക്കെ കയറി വന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത്, വേറെ കാര്യം. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അവിടെ ടിക്കറ്റൊക്കെ എടുക്കണം. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ റിട്ടേൺ കൊച്ചിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വരുന്ന വഴി കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടോ. ഞാൻ മൂന്നാർ എത്തിയപ്പോൾ തൊട്ട് ആലോചിക്കുക, കുരങ്ങന്മാരെ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. പക്ഷെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ മരെല്ലാവരെയും കണ്ടിട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ കഴിഞ്ഞ് എറണാകുളം എത്തി, തൊടുപുഴ എത്തി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ വീഡിയോസൊന്നും ഇല്ല, നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ടാറ്റാ.